നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ എക്സിബിഷൻ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചെല്ലാൻ പറ്റിയ നല്ലൊരു എക്സൽ ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആംഗ്രി ബേഡ്സ് ഉണ്ടാക്കിയെടുത്താലോ. സിമ്പിളാണ്. എല്ലാവരും എന്താ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാം. നമുക്ക് എക്സിബിഷന് ഫസ്റ്റ് വാങ്ങാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒഴിവ് ദിവസം വീട്ടിലിരിക്കുമ്പോൾ എന്താ മൊബൈലൊക്കെ നോക്കിയിരിക്കാണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കണ്ട് പഠിച്ചു നോക്കാം. സ്കൂളിൽ നമുക്ക് കൊണ്ടുപോയി ചെല്ലാനായിട്ട് ടീച്ചർമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ മുട്ടയുടെ തൊണ്ടുകളൊക്കെ എല്ലാം ഒന്ന് കളക്ട് ചെയ്തെടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. നമുക്ക് എല്ലാം മുട്ടയുടെ തൊണ്ടും ഒട്ടും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ കിട്ടും. ഒരു കത്തിയുടെ മൊന വെച്ചിട്ട് ബാക്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പൊട്ടിക്കാണ്ട് നിങ്ങളതൊന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട കിട്ടും കേട്ടോ. മുട്ടയെല്ലാം മുട്ടയുടെ തൊണ്ട് കിട്ടും. അത് നിങ്ങളൊന്ന് ഷേക്ക് ചെയ്ത് ഉള്ളിൽ വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ആംഗ്രി ബേഡ്സിന് ഫേസ് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമുക്ക് പിരികം, 2 കണ്ണ്, ചുണ്ട് ഇതുപോലെ വരയ്ക്കാം കേട്ടോ. ഇത് വരച്ചേക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങളങ്ങനെ വരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇതുപോലെ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആംഗ്രി ബേഡ്സിലൊക്കെ പെട്ടാണ്, കാർട്ടൂണിലൊക്കെ ഉണ്ട് ഓരോരുത്തരൊക്കെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പെട്ടെന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫേസ് കാണാം കേട്ടോ. പെട്ടെന്ന് വിട്ടാണ്, കാരണം ഒരുപാട് ലോങ് ആയി പോകും കേട്ടോ. അപ്പോൾ അതുപോലത്തെ 20 രൂപ 30 രൂപയുടെയൊക്കെ കളർ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും, സ്റ്റേഷനറി കടകളിൽ. അപ്പം അത് നിങ്ങൾ വാങ്ങുക. ഇനിയിപ്പോൾ ഫേസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ എക്സൽ ഇതുപോലെ ആ ഒരു പിരികം വന്നേക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒരു റെഡ് കളറ് പെയിൻറ്റ് ആദ്യം കൊടുക്കാം. അതിനുശേഷം പിരികവും കണ്ണും നമ്മുടെ ആ ഒരു താടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് കേട്ടോ, ഈ ഒരു രീതിയിൽ ഫുള്ള് ബാക്കോട്ടേക്ക് നമുക്ക് റെഡ് വരച്ചത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുക്കണേ. ഇനി ഉണ്ടല്ലോ പിരികം വരയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ. പിരികം ഇതുപോലെ 2 പിരികം ഇതുപോലെ വരയ്ക്കാം. ഈ ഒരു രീതിയിൽ കേട്ടോ, ഇങ്ങനെ കേട്ടോ, ഇതുപോലെ മനസ്സിലാവുന്നില്ലേ? ഇനി ഉണ്ടല്ലോ നമുക്ക് കണ്ണ് കൊടുക്കാം. കണ്ണ് വരയ്ക്കുന്ന കണ്ടോ കേട്ടോ, 2 റാ പോലെ താഴോട്ട് കൊടുക്കാം. പിന്നെ ചുണ്ട് വരയ്ക്കുന്ന കണ്ടോ, ഇതുപോലെ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു വായിൻ്റെ അകത്ത് ഇത്തിരി റെഡ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചുണ്ടിന് ഒരു ഓറഞ്ച് കളർ കൊടുക്കണേ. ഇതിങ്ങനെ കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ റെഡ് ആംഗ്രി ബേഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊമ്പൊക്കെ കൊടുക്കണം, പിന്നീട് കൊടുക്കാം കേട്ടോ. ഇനി മഞ്ഞ കൊടുക്കാം. മഞ്ഞയ്ക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇച്ചിരി ചുണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് വ്യത്യാസപ്പെടുത്തിയിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ അതായത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. മൊത്തം യെല്ലോ ഷെയ്ഡ് ബാക്കിലോട്ട് കൊടുക്കുക. ഇനി വരയ്ക്കുന്നത് കണ്ടോ കേട്ടോ, ഇതിങ്ങനെ കേട്ടോ. ഈ ചുണ്ട് ഇങ്ങനെ നീളത്തിൽ താഴോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇതിങ്ങനെ കേട്ടോ. നിങ്ങൾ ആദ്യം ഉണ്ടല്ലോ ഒരു പേപ്പറിനകത്തേക്ക് ആദ്യം വരച്ച് നോക്കുക. അതിനുശേഷം മുട്ടയുടെ ഉള്ളിൽ വരച്ച് നോക്കുക കേട്ടോ. മുട്ടയുടെ പുറമെ വരച്ച് നോക്കുക. ഇതെങ്ങനെ പിരിങ്ങും കൂടെ വരയ്ക്കുക. 2 കണ്ണ് വരയ്ക്കുക കേട്ടോ. ചെറിയൊരു ചെരിവുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചുണ്ടിന്. ഇങ്ങനെ കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇനി നമുക്ക് ഈ ചുണ്ടിൻ്റെ അകത്ത് ഇത്തിരി ബ്ലാക്ക് കൊടുക്കാം കേട്ടോ, വായിൻ്റെ ഭാഗത്ത്. ഇനി ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് താഴെ ഇങ്ങനെ കൊടുക്കണേ. കണ്ടില്ലേ? ഇതുപോലെ കേട്ടോ. അപ്പം ഞാൻ റെഡിനും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ അരികത്തുനിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഒരു പച്ച, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ കുട്ടികൾക്ക്? അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേര്. ഇതിന് ഓരോന്നിനും ഓരോരോ പേരുകളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചതിന് ശേഷം ഇതിൻ്റെ പിരികം വിട്ടിട്ട് നമുക്കിങ്ങനെ കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. പിരികം ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. അതിന് ശേഷം ചുണ്ട്, പല്ല്, മൂക്ക് കേട്ടോ. പിഗ്ഗാന്ന് തോന്നുന്നു കേട്ടോ, പിഗിൻ്റെ ഒരു ഷേപ്പല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് മൂക്കിൻ്റെ വരുന്ന ഭാഗത്ത് ഡാർക്ക് പച്ചയും കൊടുക്കുക. ചുണ്ടിൻ്റെ ഭാഗത്ത് റെഡ് പെയിൻറ്റും കൂടെ കൊടുക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള എൻ്റെ ആംഗ്രി ബേഡിനെ വരയ്ക്കാം. ലൈറ്റ് റോസാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലൈറ്റ് റോസ് ഇല്ലാത്തത് കൊണ്ട് നല്ല പിങ്കിനേക്ക് ഒരു ചെറിയ ക്രീം കളർ മിക്സ് ചെയ്ത് ലൈറ്റ് റോസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈറ്റ് റോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് റോസ് പെയിൻറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തപ്പം ലൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും പിരികും, കണ്ണൊക്കെ ഒന്ന് എഴുതിച്ച് സുന്ദരിയാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിരികം ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി കണ്ണ് ഇങ്ങനെ കേട്ടോ. ഇനി കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇതിങ്ങനെ കേട്ടോ. പോയിൻ്റ് ബ്രഷ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഇങ്ങനത്തെ ചുണ്ടും ഒക്കെ വരയ്ക്കാനായിട്ടാണെങ്കിൽ പോയിൻ്റ് ബ്രഷ് വാങ്ങാം. പിന്നെ പോയിൻ്റ് ബ്രഷിലാണെങ്കിൽ നമുക്ക് കണ്ണ് പിരികം കറക്റ്റ് സ്പോട്ടിൽ കിട്ടും. 20 രൂപ കൊടുത്താൽ കിട്ടും കേട്ടോ. ഇനി ഇച്ചിരി വീതിയുള്ള വീതിയുള്ള ബ്രഷ് നമുക്ക് ഇതിൻ്റെ ബാക്കോട്ടേക്കൊക്കെ കളർ കൊടുക്കാനായിട്ട് അതും വാങ്ങാം കേട്ടോ. അതിന് 20, 30 രൂപ, 10 രൂപ കൂടുതലുള്ളൂ കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വേറെ വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് ഫുള്ള് ബ്ലാക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് ആംഗ്രി ബേഡാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ അത് ഫുൾ അറിയാതെ ഫുൾ ബ്ലാക്ക് കൊടുത്തു പോയി. നമുക്കിത് താഴത്തേക്ക് ഒരു റൗണ്ട് ക്രീം കൊടുക്കണം കേട്ടോ. അപ്പോൾ പിരികം നിങ്ങൾ കൊടുക്കുമ്പം റെഡ് കൊടുത്താൽ മതി കേട്ടോ. ബ്ലാക്കിന് റെഡ് കൊടുത്താൽ മതി.
അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള കളറുകൾ നീല, മഞ്ഞ, അങ്ങനെ പച്ച, ഇഷ്ടമുള്ള കളറുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആംഗ്രി ബേഡ്സിനെ വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ വൈറ്റ് ഈ താഴെ ഞാനത് അറിയാണ്ട് അങ്ങനെ ബ്ലാക്ക് വരച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഇപ്പം ഈ ഒരു കളർ കൊടുത്തതാണ് കേട്ടോ. അതായത് ഇതുപോലെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് കൊമ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. തലയിൽ കൊമ്പും കൂടെ വരച്ചെടുത്താലാണ് നമ്മുടെ ആംഗ്രി ബേഡ് നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ. കൊമ്പിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. കൊമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫെവിക്കോളാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. ഫെവിക്കോൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇതിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. ഇനി ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ബ്ലാക്കിന് ഞാനിപ്പോൾ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പുറത്തേക്കായി പോകും, ബാക്കിലോട്ടേക്ക് ഇരിക്കും. ഇങ്ങനെ കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ നമ്മുടെ റെഡും കൂടെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് പച്ചയ്ക്ക് കൊമ്പും പാലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ എക്സിബിഷൻ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിൽ മുട്ടയൊക്കെ വാങ്ങുമ്പം നമുക്ക് ഇതുപോലെ വൈക്കോലൊക്കെ കിട്ടത്തില്ലേ. അപ്പോൾ അത് പ്ലേറ്റിന് അതേക്ക് നിങ്ങൾ വച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ആംഗ്രി ബേഡ്സിനും നമുക്ക് ഇതുപോലെ പറക്കി വെച്ചിട്ട് സ്കൂളിൽ നമുക്ക് എക്സിബിഷന് കൊണ്ടുപോയിട്ട് നല്ല ഭംഗിയിലെടുത്ത് വയ്ക്കാം. എന്തായാലും ഫസ്റ്റ് കിട്ടും കേട്ടോ ഇതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ അല്ലാണ്ട് നമുക്ക് ഗ്ലാസ്സിൽ വയ്ക്കാം. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കപ്പ് ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മിറ്റിലൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ വെള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചിട്ട് മുട്ട പോലെ ഇരിക്കും കേട്ടോ. താഴെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ ചെടിയുടെ കൊമ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിയുടെ കൊമ്പിലേക്ക് എല്ലാ ശിഖരങ്ങളിലേക്കും നമുക്ക് ഇതുപോലെ പറക്കി വയ്ക്കാം കേട്ടോ ആംഗ്രി ബേഡ്സിനെ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല. ഇത് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോളിലൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേറെ വീട്ടിലൊക്കെ വേണമെങ്കിൽ അലങ്കരിച്ച് വയ്ക്കാം. അതല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകാൻ എനിക്കായിട്ട് അത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഷോക്കേസിലൊക്കെ വെക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇത് തന്നെ വെച്ചിട്ട് ഭിത്തിയിലും വരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ബ്രഷ് വലിയ മേനൊന്നുമില്ലാത്ത ബ്രഷായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് കറക്റ്റ് സ്പോട്ടിൽ കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഇത് സ്റ്റിക്കറാണോ എന്ന് ഇവിടെ വരുമ്പോൾ. പക്ഷേ സ്റ്റിക്കറൊന്നും അല്ലായിരുന്നു, ഇത് വെച്ചിട്ട് വരച്ച് വെച്ചാണ്. ഇതേ സെയിം പെയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കാണാം. ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ. ബൈ.